നമസ്കാരം. മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ചിത്രമായ ടെർബോ എന്ന സിനിമ ചിത്രത്തിന്റെ രണ്ടാം ദിവസമായ വെള്ളിയാഴ്ചയും ഗംഭീരമാക്കിയിരിക്കുകയാണ്. ഇന്നലെ മാത്രം ഏകദേശം 156 മുകളിലുള്ള എക്സ്ട്രാ നൈറ്റ് ഷോസ് ആണ് ചിത്രം ഇന്നലെ കേരളത്തിൽ മാത്രം കളിച്ചത്. മമ്മൂക്ക ഹേറ്റേഴ്സ് നിലവിളിച്ചുകൊണ്ട് ചിത്രത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും ആ നിലവിളിയൊന്നും സിനിമ കാണാൻ എത്തുന്നവരുടെ കുത്തൊഴുക്കിന് ഒരു തരത്തിലും ബാധിക്കുന്നില്ലെന്ന് 2 ദിവസങ്ങൾ കൊണ്ട് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. ആദ്യ ദിവസം ഏകദേശം 224 എക്സ്ട്രാ നൈറ്റ് ഷോകളാണ് ചിത്രം കളിച്ചതെങ്കിൽ രണ്ടാം ദിവസം അത് 156 മുകളിലാണ്. ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ട്രാക്കഡ് കളക്ഷനിലൂടെ മാത്രം 3,07,00,000 രൂപയാണ് ചിത്രം നേടിയെടുത്തത്. ചിത്രത്തിന്റെ ആദ്യദിന ആഗോള കളക്ഷൻ പുറത്തു വന്നപ്പോൾ ഇന്നലെ 17,30,00,000 രൂപയും ചിത്രം സ്വന്തമാക്കിയിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ മൂന്നാം ദിവസമായ ഇന്ന് ശനിയാഴ്ചയും ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗിലൂടെ മാത്രം ഏകദേശം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1,35,00,000 മുകളിലാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ മാത്രം ചിത്രം ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയത് ഏകദേശം 1,27,000 പരം ടിക്കറ്റുകളാണ്. ഇതിനോടകം തന്നെ ടെർബോ എന്ന സിനിമയുടെ ഭാഗത്തു നിന്നും ബുക്ക് മൈ ഷോയിലൂടെ വെറും 2 ദിവസങ്ങൾ കൊണ്ട് വിറ്റുപോയ ടിക്കറ്റുകളുടെ എണ്ണമെന്ന് പറയുന്നത് ഏകദേശം 4,50,000 മുകളിലാണ്. ടെർബോയുടെ രണ്ടാം ദിവസമായ ഇന്നലെയും GCC കൺട്രീസിൽ മികച്ച ബുക്കിംഗ് ആണ് അനുഭവപ്പെട്ടത്. ഇന്നലെ മാത്രം ചിത്രം കാണാൻ GCCയിൽ എത്തിയവരുടെ എണ്ണമെന്ന് പറയുന്നത് 47,000 മുകളിലാണ്. ഏകദേശം ട്രാക്ക് ചെയ്ത ഷോകളുടെ എണ്ണമെന്ന് പറയുന്നത് 811 ഷോകളാണ്. ടെർബോയുടെ രണ്ടാം ദിവസമായ ഇന്നലെയും GCC കൺട്രീസിൽ നിന്നും മാത്രം 4 കോടിക്ക് മുകളിൽ ഒരു കളക്ഷൻ ചിത്രം വാരുമെന്ന് തീർച്ച തന്നെയാണ്. പുറത്തിറങ്ങിയ ആദ്യ ദിവസം ആഗോളതലത്തിൽ 17,30,00,000 രണ്ടാം ദിവസവും അത് ഡബിൾ ഡിജിറ്റിലേക്ക് പോകുമെന്ന് ഇതോടെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. 2 ദിവസങ്ങൾ കൊണ്ട് ഏകദേശം 27-30 കോടി റേഞ്ചിലാണ് ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ടെർബോ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നിങ്ങൾ ആരൊക്കെ ടെർബോ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കൂ. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യൂ. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.